വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുന്നു. വയനാട് കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 3 പേർ മരിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ പിന്നെ അതുപോലെ തന്നെ 5 പേരെ കാണാതായിട്ടുണ്ട്. കണ്ടെയ്നർ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന 5 പേരായിരുന്നു. അവരെ മണ്ണിന് എവിടെയാണ് പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ പ്രദേശത്ത് ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായ ഈ ഒരു പ്രദേശത്ത് എത്ര ആളുകൾ താമസിച്ചിട്ടുണ്ട് എന്ന് ഒരു കണക്കും ഇതുവരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. എത്ര പേരുണ്ടായിരുന്നു, അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാവട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ വിചാരിക്കുന്നു. എവിടെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാവട്ടെ, ആർക്കും അപായങ്ങളൊന്നും വരരുത് എന്ന് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു വയനാട് പ്രദേശം പരിസ്ഥിതി ലോലമായ ഒരു സ്ഥലമാണ്. നമുക്കറിയാം കഴിഞ്ഞ 2018 അല്ലെങ്കിൽ കഴിഞ്ഞ ഇടയ്ക്ക് നമുക്കറിയാം ഒരു വലിയൊരു ദുരന്തങ്ങളൊക്കെ ഉണ്ടായ ഒരു സ്ഥലമാണ് ഈ ഒരു മേപ്പാടി, അതുപോലെ തന്നെ ഈ വയനാട്ടിലെ കൽപ്പറ്റ, അതുപോലെ ആ ഒരു ഏരിയ പരിസ്ഥിതി ലോല പ്രദേശമാണ്. അത് നമ്മൾക്ക് മാധവ് ഗാഡ്ഗിൽ തന്നെ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടത്തുമ്പോൾ വളരെ ശ്രദ്ധയോടെയും മുൻകരുതലുകൾ എടുത്തിട്ട് വേണം ഇങ്ങനെ ഒരു പരിപാടികളൊക്കെ അല്ലെങ്കിൽ പ്രൊജക്റ്റുകളൊക്കെ ഈ ഒരു മേഖലയിൽ ചെയ്യാനായിട്ട്. ഇതിപ്പോൾ ആരുടെ അനാസ്ഥയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. കാരണം നിർമ്മാണ പ്രവൃത്തി ചെയ്യുന്നവരുടെ ആണോ, അതുപോലെ തന്നെ ഇത് എന്തായാലും ഒരു പരിസ്ഥിതി ദുരന്തമല്ല, പ്രകൃതിയാൽ ഉണ്ടായ ദുരന്തമല്ല, മനുഷ്യനിർമ്മിതിയായ ഒരു ദുരന്തമാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു അവസരത്തിൽ കാണാനായിട്ട് സാധിച്ചിട്ടിരിക്കുന്നത്. നമുക്കറിയാം ഈ മീനാക്ഷി പാലം പൂർണ്ണമായും മണ്ണിനടിയിലാണ്. അതുവഴി യാത്ര ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഓടി മറയുന്നതും ഒക്കെ നമ്മൾ ആ ഒരു ദൃശ്യത്തിൽ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നാട്ടുകാരും പോലീസും അതുപോലെ തന്നെ അവിടെയുള്ള ഫയർഫോഴ്സ്, അതുപോലെ തന്നെ കണ്ണൂരിൽ നിന്നും അനുബന്ധ സ്ഥലത്തു നിന്നൊക്കെ ഫയർഫോഴ്സും മറ്റ് യൂണിറ്റുകളും ഈ ഒരു സ്ഥലത്തേക്ക് ഓടിയെത്തിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ അതിനടിയിൽ ഇരിക്കുന്നവർ ജീവനോടെ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ മന്ത്രി ടി സിദ്ദിഖ് പറയുകയുണ്ടായി, അടിയന്തരമായിട്ട് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനായിട്ട് മന്ത്രി ടി സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. അതുപോലെ തന്നെ റവന്യൂ മന്ത്രി അനിൽകുമാറും ഈ കൃഷി മന്ത്രി നമ്മുടെ ടി സിദ്ദിഖും വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദുരന്തം, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഒരു ദുരന്തം എന്ത് തന്നെയാണെങ്കിലും ഒരു പരിസ്ഥിതി അല്ലെങ്കിൽ നല്ല കനത്ത മഴയിൽ ഉരുൾപൊട്ടിയതോ അങ്ങനെയൊന്നുമല്ല. അതായത് അവിടെ ഒരു തുരങ്കപാതയുടെ മുഖം മുഴുവനായിട്ടും പൊട്ടി താഴേക്ക് പതിച്ചിരിക്കുകയാണ്. അപ്പോൾ രാവിലെ 10:30 ആണ് ഈ ഒരു സംഭവം നടന്നത്. നമുക്കറിയാം ഇത്രയും, അതായത് നമ്മുടെ പശ്ചിമഘട്ടം വളരെ ലോല പ്രദേശമായ ഒരു ഏരിയയാണ്. നമുക്ക് അവിടുത്തെ മണ്ണ് തന്നെ നമുക്ക് കുറച്ച് കയ്യിൽ വാരിയെടുത്താൽ നമുക്ക് മനസ്സിലാവും പൊടി മണ്ണാണ്. ഒരു പാറക്കൂട്ടങ്ങൾ, നല്ല ഒരു ചെങ്കല്ലിൻ്റെ ആ ഒരു ഉറപ്പ്. അതായത് നമുക്ക് കണ്ണൂർ ഭാഗത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ചെങ്കല്ലിനോടൊപ്പം ചേർന്ന മണ്ണാണ്. അതായത് കണ്ണാടിപ്പറമ്പ് അങ്ങനെ ആ ഭാഗത്തൊക്കെ നമ്മൾ പോകുകയാണെങ്കിൽ ചെങ്കല്ലിനോട് ചേർന്നിട്ടുള്ള മണ്ണ്. അപ്പോൾ അത് നല്ല ഗ്രിപ്പില്ല മണ്ണാണ്. പക്ഷേ ഇവിടെയുള്ള മണ്ണ് ഉരുളൻ കല്ല്, അതായത് പൊട്ടി പുറത്തേക്ക്, അതായത് ഉരുണ്ട് ഒലിച്ചു വരുന്നത് പാറക്കൂട്ടങ്ങളും അതുപോലെ തന്നെ ഈ പശമണ്ണുകളാണ്. അപ്പോൾ ഇതുപോലെയുള്ള പ്രദേശത്ത് നിർമ്മാണ പ്രവൃത്തി ചെയ്യുമ്പോൾ മുൻകരുതലുകൾ ഒരുപാട് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ എവിടെയാണ് പാളിച്ച, ആർക്കാണ് പറ്റിയത് എന്ന് നമുക്ക് വിശദമായി നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ കണ്ണൂർ മൗനരും പരിശോധിക്കുന്നത്.